ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗി വെച്ചിട്ടുള്ളൊരു ലഡുവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ ടേസ്റ്റും വളരെ ഹെൽത്തിയുമാണ്. കുറച്ചധികം സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കേണ്ടി വരും, എന്നാലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് കുട്ടികൾക്കായാലും ഹൈ പ്രോട്ടീനുമാണ്. അപ്പം അല്ലാതുള്ള റാഗിയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. സ്നാക്സ് ഐറ്റമായിട്ടൊക്കെ 2 കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയുന്നൊരു ഫീലാണ്. പെട്ടെന്ന് നമുക്ക് വിശക്കത്തില്ല. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പം ഇത് നമുക്കൊരു ഞാനൊരു 10-60 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് എയർ ടൈറ്റായിട്ടുള്ളൊരു ഇതിൽ ബോട്ടിലിൽ വെച്ചാൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ലഡുവാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഞാൻ ആദ്യം പകുതി കഴിച്ച് നോക്കി, വീണ്ടും ഞാൻ അതും കഴിക്കാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാകും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു 60 ലഡുവിൻ്റെ ഒരു അളവാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി മതി, കുറച്ചെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങൾ, നമ്മുടെ ഫ്ലാക്സ് സീഡ് 1 കപ്പ്, ചിയ സീഡ് ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ നട്ട്സ്, ബദാം, പിന്നെ കപ്പലണ്ടി, വാൽനട്ട്, പിന്നെ കാഷ്യൂനട്ട്, പിന്നെന്താണ് മുന്തിരി, പിന്നെ കസ്കസ്, ഇതൊക്കെ കുറേ സാധനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ കുറച്ച് തേങ്ങ ഇത് ഞാൻ എണ്ണയ്ക്ക് ആട്ടാൻ വേണ്ടി ഉണക്കാൻ കുറച്ച് എടുത്തേ കേട്ടോ. പിന്നെ റാഗിപ്പൊടി 2 കപ്പ്. പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നത് ഡേറ്റ്സിൻ്റെ സിറപ്പാണ്. അപ്പോൾ ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ചേർക്കാം, ഡേറ്റ്സ് വേണമെങ്കിലും ചേർക്കാം. പിന്നെ കുറച്ച് നെയ്യും വേണം. അപ്പോൾ വളരെ ഹെൽത്തിയും കുറച്ച് സാധനങ്ങളും വേണ്ടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഈ നട്ട്സൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് പാനിനകത്തോട്ട് ഞാൻ നമ്മുടെ ബദാമും വാൽനട്ടും ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വാൽനട്ടൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. നമ്മുടെ കപ്പലണ്ടി തന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ കുറേ കൂടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ വലിയവർക്കും കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. ഷുഗറുകാർക്കൊക്കെ കഴിക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പിന്നെ കപ്പലണ്ടിയാണ്, വറുത്ത കപ്പലണ്ടിയാണ്. ഞാൻ അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. പിന്നെ കാഷ്യൂനട്ടും. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് പൊടിഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ, ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ചൂടായാൽ മതി കേട്ടോ. അപ്പോൾ അത് നമുക്കിത് മാറ്റി വെച്ചിട്ട് ആ പാനിലോട്ട് തന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കാം. ആ ഫ്ലാക്സ് സീഡൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ചിയ സീഡും ഫ്ലാക്സ് സീഡും ഒക്കെ. അപ്പം നമ്മുടെ ഫ്ലാക്സ് സീഡ് ഒന്ന് ചൂടായി വന്ന് അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചിയ സീഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിയ സീഡിൻ്റെ കൂടെ തന്നെ കസ്കസ്, അതൊക്കെ നല്ല നമ്മുടെ ശരീരത്തിന് തണുപ്പ് കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ കസ്കസും ചിയ സീഡ് ഏകദേശം ചെറിയ ഒരു സൈസ് ആയതുകൊണ്ട് ഒരുമിച്ച് ഇട്ട് ചൂടാക്കി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് എള്ള് ചേർക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 1/2 കപ്പോളം കറുത്ത എള്ളാണ് എടുത്തത്. അതിൻ്റെ അകത്ത് മണ്ണും പൊടിയൊക്കെ ഉണ്ട്, നമ്മളൊന്ന് മാറ്റിയിട്ട് വേണം എടുക്കാൻ. പിന്നെ വെളുത്ത എള്ളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, എന്തൊക്കെ സാധനങ്ങളുണ്ടോ നമുക്കറിയാമല്ലോ. പിന്നെ ഒരു 5-6 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുകൂടെ ഒന്ന് ചൂടായി, എല്ലാം നമ്മളൊന്ന് ചൂട് ആറാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ആറി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്, ഒരു തരിപ്പായിട്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് പിന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മുടെ തേങ്ങ, ഞാൻ പറഞ്ഞല്ലോ ഇത് എണ്ണയ്ക്ക് വേണ്ടി ഇട്ടതാണ്, അതുകൊണ്ട് അതൊന്ന് പെട്ടെന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. സാധാ തേങ്ങ ആയാലും മതി. ഇതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം, പൊടിച്ചെടുക്കാം. പിന്നെ നമ്മുടെ തേങ്ങ നമ്മൾ പൊടിച്ച് മിക്സിയിലിട്ട് പെട്ടെന്ന് പൊടിഞ്ഞു വരും. അതല്ലെങ്കിൽ നമ്മൾ തിരിങ്ങുന്ന ഫ്രഷ് തേങ്ങ ആണെങ്കിൽ കുറച്ച് നേരം നമ്മൾ ആ വെള്ളം ഒന്ന് വറ്റിക്കണം. അപ്പം നമ്മുടെ പാനിലേക്ക് നമ്മൾ ആ തേങ്ങയുടെ പീരയുണ്ടല്ലോ, നല്ല ഫ്രൈ ആയി ഇരുന്ന് കൊപ്ര ആകുന്നൊരു പരുവം, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഇതായി ഒന്ന് ചൂടായാൽ മതി. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 2 കപ്പോളം റാഗി പൗഡറാണ് എടുത്തേക്കുന്നത്. അത് നല്ലതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. ഇത് ലോ ഫ്ലെയിമിൽ നല്ലൊരു
ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്. ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ കുറച്ച് സമയം എടുത്തൊന്ന് നമ്മളിത് റാഗിയുടെ പൗഡർ നല്ലൊന്ന് കുക്കാവണമല്ലോ, അതുകൊണ്ട് നല്ലൊരു കളർ ചേഞ്ച് വരുന്നതിന് വരെ വറുത്തെടുക്കാം. അപ്പോൾ അങ്ങനെ വറുത്തെടുത്ത ആ പരുവത്തിൽ നമ്മൾ പൊടിച്ച് വെച്ച നട്ട്സും എള്ളും എല്ലാം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റാഗിയെക്കാട്ടി ക്വാണ്ടിറ്റി കൂടുതലുണ്ട് ഇപ്പം നട്ട്സും ഇതെല്ലാം കൂടെ. പക്ഷെ നിങ്ങൾക്ക് അത്ര ഇല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. ആ ചൂടോട് തന്നെ റാഗി പൗഡർ നല്ലതുപോലെ റോസ്റ്റായി വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ചൂടുണ്ട്. ഒരു ആവശ്യത്തിന് നമുക്കത് ഒരു 2-2.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഡേറ്റ്സിൻ്റെ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതില്ലെങ്കിൽ ശർക്കര നല്ല കട്ടിക്കുരുക്കി ഈ ഒരു പരുവത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈന്തപ്പഴം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ അന്നേരം നമുക്ക് കുറച്ച് ശർക്കരയും കൂടെ ചേർക്കേണ്ടി വരും, ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഡേറ്റ്സിൻ്റെ സിറപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തതാണ്. ഹെൽത്തി ആയതുകൊണ്ട് ഒരിക്കലും പഞ്ചസാരയൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള വലിപ്പത്തിൽ നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ ഉരുട്ടിയിട്ട് നമ്മുടെ കൈ വെച്ച് നോക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്യും. പെട്ടെന്ന് പൊടിഞ്ഞ് വരികയാണെങ്കിൽ അത് ടൈറ്റായിട്ടില്ല. അതാ ഇപ്പം ടൈറ്റായിട്ടില്ല. വീണ്ടും നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഇതുപോലെ ടൈറ്റാക്കി എടുക്കണം. അപ്പം നമ്മുടെ ലഡുവിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.